വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ അന്ന. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പാർട്ട് എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് പോയി ഫുൾ കാണുക, എന്നിട്ട് നമ്മുടെ സെക്കൻഡ് പാർട്ട് കാണുക. അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. എന്റെ പൊന്നു ജുവ എവിടെയായിരുന്നു? ജുവ എവിടെയായിരുന്നു? ജുവ ഞങ്ങള് ഊഞ്ഞാലാടിയല്ല. നിങ്ങോ അവിടെ പോകണ്ടേ? എനിക്ക് വേറെ പാൻറില്ലേ? തുറക്കി പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ അത് വെള്ളത്തിൽ ഇറങ്ങുമ്പോ ശരിയാ. അന്നാ ആ നടക്കോട്ട് പോയി.
കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്ന തീരം ചിലമ്പിച്ചു പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കുളിരണിയേ ഇനിയുമൊരു പൊൻപുലരിതിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാൻ പ്രിയമോടി ഞാൻ കരുതിയതുപോലെ പല പാതകൾ താണ്ടുകയല്ലേ നിന്നെ ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീട്ടിലുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ നമ്മെ मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ തീരം ചിലമ്പിച്ചു പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കുളിരണിയേ ഇനിയുമൊരു പൊൻപുലരിതിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാൻ
ഇവിടെ മൊത്തത്തിൽ കുളിച്ചൊരു പരി പോയി എല്ലാരും. അപ്പൊ ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. എല്ലാരും പിടിച്ച് കാലടി ഒന്നും ഇവിടെ അല്ല. ഓക്കെ ഓക്കെ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം വീഡിയോ എടുക്കാൻ നിന്നാ എനിക്ക് എൻജോയ്മെന്റ് ഉണ്ടായിരിക്കലായിരുന്നു എന്ന് ഇവരൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമാണ്, നിങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല അല്ലേ എന്ന് ഓർത്തിട്ട്. കാര്യം വെള്ളത്തില് നമുക്ക് ഫോൺ പോയാ അമ്മോ 1,00,000 മുകളിൽ വിലയുള്ള ഫോണാണ്. ഇതെങ്ങാനും പോയാ എന്നാ വീട്ടിൽ നിന്ന് ഇറക്കി ആദ്യം വിടും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എത്ര മണിക്ക് കയറിയത്? ഇതിൻ്റെ അകത്ത് 11 മണി എന്തായപ്പോ നമ്മൾ കയറിയതാണ്. പക്ഷെ നമ്മളിപ്പോ 2 മണിയായി പറഞ്ഞു. 2 മണിയായപ്പോ നമ്മൾ തിരിച്ച് ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നു. എനിക്കാണെങ്കിൽ കൈയൊക്കെ നല്ല വേദന, കൈയൊക്കെ ഇരിക്കണം, കാലൊക്കെ പൊട്ടി കൈയൊക്കെ പൊട്ടി മൊത്തത്തിൽ സീനാണ്. അപ്പൊ എല്ലാരും നടന്നു വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഡ്രസ്സ് മാറും, വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ കയറണം. അപ്പം നല്ല പോട്ടെ. ഞങ്ങൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന ആൾക്കാരൊന്നും അല്ല ഈ തിരിച്ചു പോകുന്നത്. അമ്മേ ഇവിടത്തെ വഴികളതൊക്കെ പറഞ്ഞ നല്ല അടിപൊളി വഴികൾ, അതുകൊണ്ട് തന്നെ ഒട്ടും കുഴപ്പമില്ല. അമ്മേ അങ്ങോട്ട് പോയപ്പോ എന്താ കുടിച്ചത്? സർബത്ത് അല്ല, കുലിക്ക് സർബത്ത് കുടിച്ച ആ കടയിൽ നിന്ന് തന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മള് കുലുക്കി കുടിച്ചു. ഇപ്പൊ വീണ്ടും നമ്മൾ അങ്ങേയറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വെള്ളത്തിൽ കിടന്നൊരു പരിപോയി, അതുകൊണ്ട് ഫുൾ കതപ്പാണ്. എങ്ങനെയുണ്ട്? അത് ഇത്തിരി മുന്നേ കേട്ടായിരുന്നു. മാം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ എല്ലാവരും വന്നെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അതെ, ഞങ്ങൾ അവിടുത്തെ ഇപ്പൊ കുടിക്കാൻ കയറിയ ചേട്ടന്റെ നമ്പർ മേടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇനി ഇടക്കിടക്ക് വരാൻ വെള്ളമുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് ഞങ്ങള് കുറെ ഇടത്ത് വെള്ളം ഉണ്ടോന്ന് നോക്കി, പക്ഷെ ഒരിടത്തും വെള്ളമില്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങള് ഇങ്ങോട്ട് വന്ന് ഒരന്തം പോകുന്നത് നിങ്ങൾ കാണുക. നമ്മൾ ഈ കടയിൽ നിന്ന് പരിപ്പോടെ ഞങ്ങൾ തിന്നുകയാണ്. അയ്യോ ചേട്ടാ സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് താഴത്തോട്ട്, അതങ്ങോട്ട് കയറാനുള്ള താഴത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ ഒരു 2:50 ആ സമയമായി. എന്നിട്ടും ഇങ്ങോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ്. സിജന എങ്ങനെയുണ്ടായി ഈ പാനീരിപ്പുല്ല? എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ. അതെ അതെ, കുടിക്കണ വെള്ളമല്ലേ. ആ ചേച്ചി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എന്ന് പറഞ്ഞാൽ വിവരിച്ച് പറയാൻ പാടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളത്തിന് ഉപ്പുരസം ഉണ്ടായിരുന്നു. വെള്ളത്തിന് ഉപ്പുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് അധികം എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, എടുക്കാൻ അതിന്റെ പറയണ്ട. അല്ല, അത് നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് കുബാബയിലാണ്. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അല്ലേ? അല്ലേടോ, കുബാബ ആഗ്രഹം സഫലമായില്ലേ? കൂട്ടിയേക്ക് കഴിക്കുക. കുബാബ ആഗ്രഹം
ഉറങ്ങി ചാത്തിരിക്കണേ. നമ്മൾ കുബാബയുടെ അകത്തെത്തിയിരിക്കുകയാണ്. അവര് കാറ് പാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടമ്മ? കണ്ട എല്ലാവരുടെയും പ്ലേറ്റ് അങ്ങനെ ശരിയല്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ഫുഡ്? അതിന്റെ കാര്യം കൂടി പറഞ്ഞു കൊടുക്ക്. എന്താണ് പറഞ്ഞു കൊടുക്ക്? സ്ട്രോ ഇടുക. ഗൈസ് നമ്മളിപ്പോൾ നാരങ്ങ കുടിക്കാനായിട്ട് എരമല്ലൂര് വന്നേക്കണേണ്. അപ്പം ഞങ്ങൾ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ടാണ്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഔട്ടർ എടുക്കാം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വിത്തിൻ 2 days 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ വെള്ളി ശനി കൊണ്ട് പ്ലാൻ ചെയ്തു. ഞായറാഴ്ച ഞങ്ങൾ ട്രിപ്പ് പോന്നു. അപ്പം ഇതിൻ്റെ അകത്തുള്ള എല്ലാ മുഖവും നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. നമ്മുടെ ഈ വാഗമൺ വീഡിയോൻ്റെ അകത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും പരിചയമുള്ള മുഖങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഫുൾ എന്നെ വെള്ളത്തിലൊക്കെ ഇവർ മുക്കി. മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. എൻ്റെ കാലയിൽ ഒരാൾ പിടിച്ച് തലയിൽ ഒരാൾ പിടിച്ച് അങ്ങനെ മുക്കി. ഒരു വീഡിയോ എന്തോ കിട്ടിയിട്ടുണ്ട് മുക്കിയ. ബാക്കി വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. കാര്യം ഞാൻ വീഡിയോ അധികം എടുക്കാഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ഫോണില്ലായിരുന്നു. പിന്നെ എന്നോട് അവരെല്ലാവരും പറഞ്ഞു എൻജോയ്മെൻറ്റ് വേണമെങ്കിൽ മര്യാദക്ക് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വാ. ഞാനാദ്യം വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിച്ചു. പിന്നെ പപ്പ നമുക്ക് കുറച്ച് വീഡിയോ എടുത്തു തന്നു. പിന്നെ അത് കഴിഞ്ഞ് പപ്പ ചാടിയപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു. പിന്നെ അവിടുത്തെ വെച്ച് നമ്മുടെ വീഡിയോ തീർന്നു. പിന്നെ എന്താ അവിടുത്തെ മീനിൻ്റെ കൊത്താണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. നമ്മുടെ കാലൊക്കെ ആണെങ്കിൽ ഫുൾ പൊട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെ പൊട്ടിയെന്ന് നോക്കിയിട്ട് വേണമെന്ന് അറിയാനായിട്ട്. ഫുൾ എന്ന് വെച്ചാൽ കാലൊക്കെ ഫുൾ നനക്കാൻ പറ്റുള്ള നല്ല വേദനയാണ്. എൻ്റെ കാല് പൊട്ടിയിട്ട് തൊലിയൊക്കെ പോയിട്ട് അവിടുത്തെ ഫിഷ് മസാജ് ഫ്രീ ആണ്. അവിടെ മീൻ വന്നിട്ട് നമുക്ക് കൊത്തി തൊലിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു കൊച്ചു സന്തോഷം നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ ഉള്ള ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു. പക്ഷെ അതിപ്പോൾ നടന്ന് എനിക്കിപ്പോഴാണ് ഒന്ന് സാധിച്ചത്. അപ്പം ഞങ്ങൾ ഇനിയും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.